കേരളത്തിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക്. നെയ്യാറ്റിൻകര കാർഷിക ബാങ്ക് ഡയറക്ടർ ആർ ചന്ദ്രൻ ഉൾപ്പെടെ 48 പേരാണ് ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ചത്. ബി.ജെ.പി സംസ്ഥാന കാര്യാലയത്തിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ബി.ജെ.പി ജില്ലാ അധ്യക്ഷൻ വി രാജേഷും ചേർന്ന് പ്രവർത്തകരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, ഒരുപക്ഷെ നമുക്കറിയാം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടത് വലത് മുന്നണികളുടെ ശക്തമായ ഇത്തരത്തിലുള്ള അഴിമതികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അതിജീവിച്ചല്ലെങ്കിൽ നിലവിലെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി.ജെ.പിയുടെ ഒരു പ്രാധാന്യം കൂടി ഏറുന്നതല്ലേ ഇത്തരത്തിലുള്ള നേതാക്കൾ പാർട്ടി വിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്? വിഷ്ണു, അത്തരത്തിൽ തന്നെയാണ്. അല്പസമയം മുമ്പാണ് ബി.ജെ.പിയുടെ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ ഇത്തരത്തിൽ 48 കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ വനിതാ പ്രവർത്തകരുൾപ്പെടെയുള്ളവർ ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചത്. ബി.ജെ.പിയുടെ തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറാണ് ഇവരെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചത്. നെയ്യാറ്റിൻകര കാർഷിക ബാങ്കിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ ആർ ചന്ദ്രൻ, റാഫായി ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ആർ ചന്ദ്രൻ, ഇദ്ദേഹത്തിന്റെ കുടുംബസമേതമാണ് ഇന്ന് ബി.ജെ.പിയിൽ ചേർന്നിട്ടുള്ളത്. ഇദ്ദേഹം ജില്ലാ നേതാവാണ് കോൺഗ്രസിന്റെ. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഒപ്പമുള്ള 48ഓളം വരുന്ന വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരും ഇന്ന് ബി.ജെ.പി അംഗത്വം സ്വീകരിച്ച് ഔദ്യോഗികമായി ബി.ജെ.പിയുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മൾ കണ്ടതാണ് തമ്പാനൂർ സതീഷ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ ഉൾപ്പെടെ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് എത്തുന്നു. പത്മിനി തോമസ് കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പി അംഗത്വം സ്വീകരിച്ച് ബി.ജെ.പിയുടെ ഭാഗമായത്. സമാനമായി തന്നെ കൂടുതൽ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ബി.ജെ.പിയുടെ ഭാഗമാകും എന്നുള്ളതാണ് ബി.ജെ.പിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു അംഗത്വം സ്വീകരിച്ചതിന് ശേഷം റാഫായി ചന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയതും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. അതായത് നിലവിലെ ഇവിടുത്തെ എം പി ആയിരുന്ന 3 ടേം എം പി ആയി തുടരുന്ന ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ ഒരു രീതിയിലും തലസ്ഥാനത്തിന്റെ വികസനത്തിനായി ഒന്നും ചെയ്തിട്ടില്ല. തലസ്ഥാനത്തെ കാര്യമായി പരിഗണിക്കാൻ ശശി തരൂർ മുതിർന്നിരുന്നില്ല എന്നൊരു വിമർശനം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒപ്പം കോൺഗ്രസിനകത്ത് ഗ്രൂപ്പിസം വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. ഗ്രൂപ്പിസം കാരണം കോൺഗ്രസ് അമ്പയെ തകരുകയാണ്. കോൺഗ്രസ് അധംപതിച്ചു തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസിന്റെ അവസാന നാളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്രയധികം കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗമായി ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചിട്ടുള്ളത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാനും ഒപ്പം തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന്, രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചരണത്തിനായി ഇവരൊക്കെ തന്നെ മുൻനിരയിൽ ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസം കൂടിയാണ് ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷൻ കൂടി പങ്കുവച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മൾ കണ്ടതാണ് പൊഴിയൂർ, പൂന്തുറ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിലടക്കം സജീവമായി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു. അവരുടെ നീണ്ട നാളത്തെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ അദ്ദേഹം അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും CPM-ന്റെ പല പ്രവർത്തകരും ഒക്കെ തന്നെ ഇപ്പോൾ കോൺഗ്രസും CPM-ഉം ഒക്കെ വിട്ട് ബി.ജെ.പിയുടെ ഭാഗമാകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ അത് ബി.ജെ.പിക്ക് കൂടുതൽ മുതലാകും എന്ന് തന്നെയാണ് ബി.ജെ.പി ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് കോൺഗ്രസ് വിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പൂർണ്ണമായും ഭാരവാഹിത്വവും അംഗത്വവും രാജിവെച്ചുകൊണ്ട് ബി.ജെ.പിയുടെ ഭാഗമായിട്ടുള്ളത്. വിഷ്ണു, വ്യക്തമാണ്. ശാലിനിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.